തീക്ഷ്ണമായിട്ടുള്ള അനുഭവം നമ്മൾക്കറിയാം. അവരെ രക്ഷപ്പെടുത്താൻ വേണ്ടി ഭാരതം ഒരു തീരുമാനമെടുത്തപ്പോൾ പൗരത്വ ഭേദഗതി നിയമം എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെയുള്ള മുസ്ലിങ്ങളുടെ പൗരത്വം പോകുന്ന അതല്ല ഞങ്ങളെയൊക്കെ ആട്ടി ഓടിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് പച്ച നുണ പടച്ചിറക്കിക്കൊണ്ട് അത് രാഷ്ട്രീയ ആയുധമാക്കിക്കൊണ്ടും ഈ നാട്ടിലെ സകലമാന ജനങ്ങളുടെ ഉള്ളിലും ആ മതവർഗീയത പടർത്തിക്കൊണ്ട് ചെയ്തിരുന്ന ആ ഡാഷ് ആ ഡാഷിന്റെ അവിടെ ആവശ്യാനുസരണം കൂട്ടിച്ചേർക്കുക. കാരണം എന്റെ ഒരു പൊതുവെയുള്ള സ്വത ശൈലി, ഞാൻ ടീച്ചർ ഉള്ളത് കൊണ്ട് ഇവിടെ പറയുന്നില്ല, അതിന് പറയേണ്ട ഭാഷ അത് തന്നെയാണ്. ഏതായാലും ഇത്തരത്തിൽ എന്തിലും മതം കലർത്തിക്കൊണ്ട്, വിദ്യാഭ്യാസത്തിൽ പോലും മതം കലർത്തിയ ആ വിഷയവും ഈ പറയുന്ന പാകിസ്ഥാൻ അടക്കമുള്ള ബംഗ്ലാദേശ് അടക്കമുള്ള അവിടെ അനുഭവിക്കുന്ന അവിടുത്തെ ന്യൂനപക്ഷത്തിന്റെ ആ അനുഭവം കൂടി പറയേണ്ടതുണ്ട്. ഇവിടെ പാമ്പ് പെറ്റുപെരുകുന്ന കൂടി, പന്നി പെറ്റുപെരുകുന്ന എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു 153 AK കാത്തിരിക്കുന്ന ആളുകളായിരിക്കും. അതുകൊണ്ട് ഞാനത് പറയുന്നില്ലേ. ഇവിടെ വിഷപ്പാമ്പുകൾ, അത് തന്നെ പറയാം. കാരണം പാല് കൊടുത്ത കൈക്ക് കൊത്തുന്ന സ്വഭാവമുള്ള പാമ്പുകൾ ഇവിടെ പെറ്റുകൂട്ടുക. ഒരു മാളത്തിൽ നിന്നും 10ഉം 15ഉം പാമ്പ് കുട്ടികളെയൊക്കെയാണ് ഒരു പാമ്പിന്റെ ആ പ്രസവത്തിൽ അതെങ്കിലും മുട്ട വിരിഞ്ഞ് പുറത്തിറങ്ങുക എന്ന് നമ്മൾക്കറിയാം. അത്തരത്തിൽ ഈ പാമ്പും കുട്ടികൾ ഇവിടെ പെരുകി കഴിഞ്ഞാൽ എന്താണ് ഇവിടെ സംഭവിക്കുക എന്നുള്ളത് വിദേശ രാജ്യങ്ങളിലേക്ക് നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാനാവും. എന്തുകൊണ്ടാണ് അത് ഭാരതത്തിൽ ഇപ്പോഴും സംഭവിക്കാതെ നീണ്ടു പോകുന്നത് എന്ന് ചിന്തിക്കേണ്ടതുണ്ട്. കാരണം ഒരുപാട് വിദേശ അധിനിവേശ ശക്തികൾ, അത് ക്രൈസ്തവരായിക്കോട്ടെ അല്ലെങ്കിൽ മുസ്ലിങ്ങളായിക്കോട്ടെ, ആ അധിനിവേശ ശക്തികൾ വന്നപ്പോഴെല്ലാം ഭാരതം എത്രത്തോളം അവരോട് പടപൊരുതിക്കൊണ്ട് ഭാരതത്തിന്റെ ആ തനതായ സംസ്കാരവും അവരുടേതായിട്ടുള്ള മഹത്വവും കാത്തു സംരക്ഷിച്ചുകൊണ്ട്, അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇന്ന് ഇപ്പൊ ജാമിദ ടീച്ചർ ആയാലും ഞാനായാലും ഇനി വേണ്ട ഒരു ജോസ് ആയാലും ഇങ്ങനെ വ്യത്യസ്ത മതത്തിലുള്ള അല്ലെങ്കിൽ വ്യത്യസ്ത കമ്മ്യൂണിറ്റിയിൽ ജനിച്ചിട്ടുള്ള, ഇന്ന് മതമുണ്ടോ ഇല്ലേ എന്നുള്ളത് നമുക്ക് സെക്കൻഡറി ആക്കി മാറ്റിവെക്കാം. പക്ഷെ ജനനം കൊണ്ട് നമ്മൾ അങ്ങനെ ആയത് ആ സമയത്ത് കൊണ്ട് തന്നെ നമുക്ക് ഒരേ വേദിയിൽ ഇരുന്ന് സംസാരിക്കാനും നമ്മുടെ കൃത്യമായിട്ടുള്ള അവകാശങ്ങളും അധികാരങ്ങളും നമുക്ക് പിടിച്ചു വാങ്ങാനും ഭരണാധികാരികളോട് അപേക്ഷിക്കുകയല്ല, അവരോട് നമുക്ക് ആജ്ഞാപിക്കാനുള്ള അവകാശം കൂടി ഉണ്ട് എന്നുള്ളത് ചിന്തിക്കുക. അത് ഭാരതത്തിൽ മാത്രമേ ഉള്ളൂ എന്ന് ചിന്തിക്കുക. മാത്രമല്ല മുസ്ലിങ്ങൾ ഭൂരിപക്ഷമായാൽ എന്താ സംഭവിക്കുക എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യവുമില്ല. ഇന്ന് വിദേശ രാജ്യങ്ങളിലേക്ക് കുടിയേറിക്കൊണ്ടും അതല്ലെങ്കിൽ കുടിയേറിയതിനു ശേഷം അവിടെ പാമ്പ് പെറ്റുപെരുകുന്നത് പോലെ വിഷമുള്ള ജന്തുക്കളായി മാറിക്കൊണ്ട് അവിടുത്തെ സമാധാനം നശിപ്പിക്കുന്ന ആ ഒരു വിഷയം എടുക്കേണ്ടതുണ്ട്. പാകിസ്ഥാന്റെയും ബംഗ്ലാദേശിന്റെയും ജനസംഖ്യ അവരാ വിഭജിച്ച സമയത്തുള്ള ആ കാര്യം എടുക്കേണ്ടതുണ്ട്. എന്തിനും ഏതിലും മതം തിരികുന്ന നമ്മുടെ ശിവണ്ണന്റെ കാര്യം എക്സ്ട്രാ കൂട്ടിച്ചേർത്തൊന്ന് ചൊറിയേണ്ടതുണ്ട് ടീച്ചറെ. ശിവണ്ണൻ എഴുതാനും വായിക്കാനൊക്കെ പഠിച്ചു. പിന്നെ ബൈജു, ഈ നിർമ്മല സീതാരാമന് അമേരിക്കയിലെ ഒരു പീറ്റർസൺ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്റർനാഷണൽ ഇക്കണോമിക്സോ അങ്ങനെ കണ്ട ഒരു പരിപാടിയിൽ പങ്കെടുത്തിട്ട് സംസാരിക്കുമ്പോൾ അവര് പ്രത്യേകിച്ച് ഈ നിർമ്മല സീതാരാമൻ ആരെയും ഭയക്കാതെ അവർക്കറിയുന്ന കാര്യം അവരുടെ ബോധ്യത്തിൽ നിന്ന് കൃത്യമായി വിളിച്ചു പറയുന്ന ആളാണ്. മുസ്ലിം ജനസംഖ്യയില് ഇന്ത്യ ലോകത്ത് 2ാം സ്ഥാനത്താണെന്ന്. ലോകത്ത് എത്ര ഇസ്ലാമിക രാജ്യങ്ങളുണ്ട്? 57 ഉണ്ട്. മുസ്ലിങ്ങളുടെ എണ്ണം ഇന്ത്യയിൽ വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്നിട്ടും പറയുന്നത് ഇവർക്ക് ഇന്ത്യയിൽ ജീവിക്കാൻ പറ്റുന്നില്ല. ഇന്ത്യയിൽ മുസ്ലിങ്ങള് പീഡനം അനുഭവിക്കുകയാണെന്ന് ഇവർ പറഞ്ഞു വരുന്നത്. മുസ്ലിങ്ങൾക്ക് നേരെയുള്ള ആക്രമണങ്ങളിലും വിവേചനങ്ങളിലും ഒക്കെ ഇന്ത്യൻ സർക്കാരിനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുവാണ് ഇവര്. അതേപോലെ ഇവരുണ്ടാക്കുന്ന പ്രശ്നങ്ങൾ കാരണം നമ്മൾ ഉഴറിക്കൊണ്ടിരിക്കുവാണ്. 3 ദിവസമായിട്ട് ഈ വിഭാഗം ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ കാരണം നീറുന്ന ചർച്ചയിൽ അകപ്പെട്ടിരിക്കുന്ന നമുക്കറിയാം ഇവരുടെ ഉള്ളിലിരിപ്പ് എന്താണെന്ന്. സഹിക്കാൻ പറ്റുന്നില്ല. അപ്പോ 2014 ശേഷം ഇതുവരെയും ഇന്ത്യയിൽ മുസ്ലിം ജനസംഖ്യ കുറഞ്ഞിട്ടില്ല. ഇനി മറിച്ച് ചിന്തിക്കുവാണെങ്കിലോ, ഇന്ത്യയോടൊപ്പം രൂപമെടുത്ത പാകിസ്ഥാനില് ന്യൂനപക്ഷങ്ങളുടെ എണ്ണം എത്രയാ? ക്രമാതീതമായി കുറഞ്ഞുകൊണ്ടിരിക്കുകയാണെന്ന് മാത്രമല്ല 0% മുസ്ലിം ജനസംഖ്യയില് ഇന്ത്യ ലോകത്ത് 2ാം സ്ഥാനത്താണ് എന്ന് മനസ്സിലാക്കുമ്പോ നമ്മൾ ചിന്തിക്കണം എത്രമാത്രം ഇവര് പെരുകുന്നുണ്ട്. ഇന്ത്യയിലെ അവസാനത്തെ സെൻസസ് നടക്കുന്നത് 2011 എന്തടിസ്ഥാനത്തിലാണ് 2014 മുതലുള്ള മതം തിരിച്ചുള്ള ജനസംഖ്യാ കണക്കുകള് ഇവരാധികാരികമായി പറയുന്നത് എന്ന് ആലോചിക്കണം. 2011 കണക്ക് വെച്ചിട്ട് 2014 മുതലെന്നാണ് ഇവർ പറഞ്ഞു വരുന്നത്. അങ്ങനെയാണെങ്കിൽ 2014 മുതൽ 2024 ആയല്ലോ, 23 വരെയുള്ള ജനസംഖ്യാ കണക്കുകൾ എവിടെ, ആര്, എപ്പോൾ, എങ്ങനെ നടത്തി? മതനിരപേക്ഷ രാഷ്ട്രമായ ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങളുടെ അവസ്ഥയെ മതരാഷ്ട്രമായ പാകിസ്ഥാനുമായി താരതമ്യം ചെയ്യേണ്ടതുണ്ട്. ഇന്ത്യ ഒരു ഹിന്ദു പാകിസ്ഥാൻ ആയിരുന്നില്ലല്ലോ.
ഒരു കാലത്തും താരതമ്യത്തിന് എന്തെങ്കിലും സാധ്യതയുണ്ടെങ്കിൽ അവരത് മതേതര രാഷ്ട്രങ്ങളുമായിട്ടല്ലേ ഇന്ത്യയെ ചേർത്ത് വയ്ക്കേണ്ടത് എന്ന് ചോദിക്കും. ഒരു പക്ഷേ ജനാധിപത്യം ചിതലെടുത്തു പോയ ഒരു രാജ്യമായി പോയി നമ്മുടെ രാജ്യം. മതരാഷ്ട്രമായ പാകിസ്ഥാനിൽ പോലും നമുക്ക് കഴിഞ്ഞ ദിവസം കോണ്ടം നിരോധിച്ചതായിട്ട് താലിബാന്റെ റിപ്പോർട്ട് ഉണ്ടായിരുന്നു. കാരണം പെറ്റ് പെരുകിക്കോട്ടെ, ഇന്ത്യ ഇക്കാര്യത്തിൽ മത്സരിക്കുന്നത് ആരോടാ? ലോകത്തെ ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങളുള്ള രണ്ടാമത്തെ രാജ്യമാണ് ഇന്ത്യ എന്ന് ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രി അംഗീകരിക്കുന്നു. 17.2 കോടി മുസ്ലിങ്ങളാണ് ഇന്ത്യയിലുള്ളത് എന്ന് പറഞ്ഞ് മോങ്ങിക്കാറുന്ന ഒരു കൂട്ടം ആളുകൾ തുല്യത ഉറപ്പുവരുത്തുന്ന ഭരണഘടനയുള്ള നമ്മുടെ രാജ്യത്തെ യൂണിയൻ ക്യാബിനറ്റില് ആലോചിക്കണം. 17 കോടി മനുഷ്യരിൽ ഒരാള് പോലും ഇല്ല എന്ന പരമസത്യം എന്ന് പറഞ്ഞിട്ടാണ് നിർമ്മല സീതാരാമനെ ജിഹാദികൾ അടിച്ച് തെറിപ്പിക്കാൻ ശ്രമിക്കുന്നത്, ചവിട്ടി അരക്കാൻ ശ്രമിക്കുന്നത്, അധിക്ഷേപിക്കാൻ ശ്രമിക്കുന്നത്. ചില സത്യങ്ങൾ ഉണ്ടല്ലോ എല്ലാവർക്കും പറയാൻ കഴിഞ്ഞൊന്നും വരില്ല. ചില സമയത്ത് മാത്രമേ ചിലരിൽ നിന്നും അത് പുറത്തു വരൂ. ആ സമയത്ത് നമ്മൾ കൃത്യമായിട്ട് അത് കേൾക്കണം. 60 വർഷത്തെ കോൺഗ്രസിന്റെ ഭരണകാലത്ത് ന്യൂനപക്ഷങ്ങൾക്ക്, പ്രത്യേകിച്ച് മുസ്ലിങ്ങൾക്ക്, ന്യൂനപക്ഷങ്ങൾ എന്ന് പറഞ്ഞ് വെറുതെ ക്രിസ്ത്യാനികളെ കൂടെ ഇതിലേക്ക് വലിച്ചെടുക്കേണ്ടതാണ് എന്റെ അഭിപ്രായം കേട്ടോ. ഈ മുസ്ലിങ്ങൾക്ക് വൻതോതിലുള്ള ധനസഹായം കൊടുത്തില്ലേ? ഏതെല്ലാം ഫണ്ടുകളാണ്? ദരിദ്രരായ ഹിന്ദു സമൂഹത്തിലെ ജനസംഖ്യ വലിയ തോതിൽ കുറയുകയും ചെയ്തില്ലേ? നമ്മൾ കാണുന്നു നമ്മുടെ രാജ്യത്തിന്റെ പല രൂപത്തിലുമുള്ള മാറ്റങ്ങൾ. ഇപ്പൊ കേരളം പോലെയല്ല, നാട്ടിലുള്ള ആളുകൾ ഭരിക്കുന്ന സംസ്ഥാനം ഈ സ്വതന്ത്ര ഭാരതത്തിൽ വേറെയുണ്ട്. ജനസംഖ്യാ നിയന്ത്രണത്തിന് പുതിയ ഒരു നയം വേണം എന്ന നിർദ്ദേശം പല സംസ്ഥാനങ്ങളും മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. നമുക്കറിയാം ഉത്തരാഖണ്ഡ് എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ നയം സ്വീകരിക്കുന്ന ഒരു സർക്കാരാണ് അവരുള്ളത്. അവിടെ ജനസംഖ്യാ നിയന്ത്രണത്തിന് വേണ്ടിയുള്ള നടപടികൾ തുടങ്ങിക്കഴിഞ്ഞു. ഉത്തർപ്രദേശ്, അസം, ഇവിടെയൊക്കെ നടപ്പിലാക്കിയ മാതൃക രാജ്യത്തെങ്ങും വ്യാപിപ്പിക്കണം. പക്ഷേ കേരളം അതിന് തയ്യാറാകുമോ എന്നിടത്താണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അതിന്റെ തുടക്കം എന്ന നിലയിൽ ഉത്തരാഖണ്ഡിൽ നയം നടപ്പിലാക്കാൻ തുടങ്ങിക്കഴിഞ്ഞു, നടപടികൾ തുടങ്ങിക്കഴിഞ്ഞു. പുഷ്കർ സിംഗ് ധാമി ആ സർക്കാരാണ് ഉത്തരാഖണ്ഡിൽ ഏതാണ്ട് തുടക്കം കുറിച്ചു കഴിഞ്ഞു. അതെ, നമ്മൾ കൃത്യമായിട്ട് ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യേണ്ടുന്ന സമയത്ത്. അതുപോലെ ഡെറാഡ്യൂൺ, ഹരിദ്വാർ, പിന്നെ ഉദ്ധം സിംഗ് നഗർ, നൈനിറ്റാൾ, ഇവിടെയൊക്കെ മുസ്ലിം ജനസംഖ്യ ഉയരുകയാണ് എന്ന വിലയിരുത്തലിന്റെ ഭാഗമായി എല്ലായിടത്തും നിയന്ത്രണങ്ങൾ ഏർപ്പാട് ചെയ്തിരിക്കുന്നു. ഇത് ചർച്ച ചെയ്യുന്നത് സംഘപരിവാറിന് വേണ്ടിയാണെന്നും BJPക്ക് വേണ്ടിയാണെന്നും RSSന് വേണ്ടിയാണെന്നും പറയുന്നതിന് മുമ്പ് ഈ രാജ്യത്തിന് വേണ്ടിയാണ് എന്ന് പറയാൻ നിങ്ങൾക്ക് കഴിയുമോ? സംസ്ഥാനത്തെ പ്രമുഖരായ ആളുകൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ പറയുമ്പോൾ അവരെയൊക്കെ ചാണക സംഖ്യയാക്കി മാറ്റുമ്പോൾ ജനസംഖ്യാ നിയന്ത്രണത്തിന് സമിതി രൂപീകരിച്ച് ഇതുമായി പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഉത്തരാഖണ്ഡിനെ കുറിച്ച് നിങ്ങൾ എന്തു പറയും? അപ്പോ ജനസംഖ്യാ നിയന്ത്രണം വളരെ അനിവാര്യമായി നമ്മുടെ രാജ്യത്ത് നടപ്പിലാക്കണം. അതിന് മാതൃകയാണ് ഉത്തരാഖണ്ഡ്. അപ്പോ ഉത്തരാഖണ്ഡ് കേരളം പോലെ ഒരു സംസ്ഥാനം മാത്രമാണ്. എന്നിട്ടും അവർക്ക് ഇത്തരം ചില നയങ്ങൾ നടപ്പിലാക്കാൻ സാധിക്കുന്നു. ഇനി ഞാൻ വേറൊരു വിഷയം കൂടി പറഞ്ഞുതരാം. ഇറാൻ ഒരു ഇസ്ലാമിക റിപ്പബ്ലിക് ആണല്ലോ, നമുക്കാർക്കും അതിൽ സംശയമില്ല. പക്ഷേ മറ്റു ചില ഇസ്ലാമിക രാഷ്ട്രങ്ങൾ പോലെ 90% മുകളിൽ മുസ്ലിം ജനസംഖ്യയുള്ള ഒരു രാഷ്ട്രമല്ല ഇറാൻ. അവിടെ അധികാരം നിലനിർത്തുന്ന ഷിയ മുസ്ലിം വിഭാഗങ്ങൾ ആകെ ജനസംഖ്യയുടെ 32% മാത്രമേ ഉള്ളൂ. പിന്നെ ഉള്ളത് സുന്നി മുസ്ലിം വിഭാഗം, ജനസംഖ്യയുടെ 5% ഉള്ളൂ. പരമ്പരാഗത സൂഫി വിശ്വാസികളായ മുസ്ലിം ജനത 3%-നും മുകളിലാണ്. എങ്ങനെ കൂട്ടിയാലും 50%-ത്തിൽ താഴെയുള്ളൂ. മുസ്ലിം മതവിശ്വാസികളായ ഇറാനിയൻ ജനത 50%-ത്തിൽ താഴെ വരത്തുള്ളൂ എന്ന് പറയുമ്പോൾ വിശ്വാസം വരുന്നില്ലേ? എന്നിട്ടും അവരുടെ പേരെന്താണ്? ഇസ്ലാമിക് റിപ്പബ്ലിക്. അതാണ് 50% അവരായപ്പോൾ
അവർക്കൊരു ഇസ്ലാമിക റിപ്പബ്ലിക് നിർമ്മിക്കാൻ സാധിച്ചു. അവിടെയാണ് അപകടം നമ്മൾ മനസ്സിലാക്കേണ്ടത്. അവര് 90, 60 ഒന്നും ആകണ്ട, 50% മതി, 30, 20 ആകുമ്പോഴേ അവർ തുടങ്ങും. സെമിറ്റിക് മതങ്ങളുടെ, പ്രത്യേകിച്ച് ഇസ്ലാമിന്റെ ഒരു പ്രത്യേകത അതാണ്. 25% മുകളിൽ കടന്നാൽ അവരപ്പോൾ മതരാഷ്ട്രം നിർമ്മിക്കാൻ അവർക്ക് സംഘബലം ഉണ്ടാകും. അത് തന്നെയാണ് UK ഭയപ്പെടുന്നത്. അതാണ് സ്വീഡൻ അനുഭവിച്ചത്. അതാണ് ഫ്രാൻസിന്റെ ഭയം. എതിർപ്പുകളും എതിർ ശബ്ദങ്ങളും എന്ത് വില കൊടുത്തും ഒന്നുകിൽ വിലക്കെടുക്കാൻ ശ്രമിക്കും, അല്ലെങ്കിൽ കഴുത്ത് വെട്ടി അടിച്ചമർത്താൻ ശ്രമിക്കും. ഇവർക്ക് ആഗോള ജനാധിപത്യ